നമസ്കാരം. നാളെ ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ചയാണ്. രാശിപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് നാളത്തെ ദിവസം അനുകൂലം തന്നെയാണ്. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുന്ന ദിവസം തന്നെയായി മാറാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. എവരും ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യങ്ങൾ ആവർത്തിക്കുന്ന ദിവസമായി മാറാം. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കും. മറ്റുള്ളവരോട് ആശയങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക അല്പം ദുഷ്കരമായി തീരാം. കൂടാതെ ഈ സമയം മനസ്സിന് പ്രസന്നത കുറയില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം സുഖവും സ്വൈര്യവും അനുഭവപ്പെടുന്ന ദിവസമാണ്. പലരുടെയും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ചെലവ് വന്നു ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മേന്മ കുറയില്ല എന്നുള്ളതാണ്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് കരുതൽ ഉണ്ടാകേണ്ടതായ ദിവസം കൂടിയാകുന്നു. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ വിജയം കാണുകയും ചെയ്യുന്ന ദിവസം കൂടിയാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് അംഗീകാരം, സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതീക്ഷിച്ച ആദായം വന്നെത്തുന്ന ദിവസം തന്നെയാകുന്നു. കൂടാതെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചെറിയ കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും അല്പം ആശയക്കുഴപ്പം വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ആത്മവിശ്വാസം കുറയില്ല എന്നുള്ളതാണ്. വാഗ്ദാന ലംഘനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. പ്രതീക്ഷിച്ച ധനം കൈവശം വന്നു ചേരുവാൻ ചില തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അധികാര സ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. ഇന്നേ ദിവസം ദേവിയെ ആരാധിച്ച് അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇന്നേ ദിവസം ദേവീ മന്ത്രങ്ങൾ ജപിച്ച് ദേവിയെ ആരാധിക്കുന്നതും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. കൂടാതെ ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് ദേവിയെ ആരാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും കാര്യങ്ങൾ ഭംഗിയായി തന്നെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. മനസ്സിന് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെളിച്ചം ഉണ്ടാകുന്നതാണ്. ദേഹസുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ തേടിയെത്താം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. പല വിധത്തിലുമുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പരാശ്രയത്വം വേണ്ടിവരുന്ന ദിവസമാണ്. കൂടിയാലോചനകളിലൂടെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യത കൂടുതലാക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ മനസമാധാനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. പ്രവർത്തന രംഗത്ത് ശുഷ്കാന്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതിനുള്ള ഇടപെടലുകൾ സംഭവിക്കാവുന്നതുമാണ്. സമയോചിതമായി തന്നെ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികൾക്കും, അത് സഹപ്രവർത്തകരോ വേണ്ടപ്പെട്ടവരോ, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുകയും അത് അവർക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. ധനപരമായ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല വഴികളിലൂടെയും ധനപരമായ ചില നേട്ടങ്ങൾ, സഹായങ്ങൾ വന്നു ചേരാം. കച്ചവടത്തിൽ ഉണർവ് അല്ലെങ്കിൽ കർമ്മമേഖലയിൽ ഉണർവ് വന്ന് ചേരാവുന്നതുമാണ്. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് ദിവസം.
കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാത്തത് വിഷമങ്ങൾക്ക് കാരണമായി തീരാം. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വന്ന് ചേരുക, അല്ലെങ്കിൽ മറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. കൂടാതെ ഈ സമയം താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാവുന്നതാണ്. ധനപരമായ ചെലവ് വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ്. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നതും ഇരട്ടി ഫലം നിങ്ങൾക്ക് സിദ്ധിയും, അഥവാ ദേവിയുടെ കടാക്ഷം ആ വ്യക്തികൾക്ക് വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ചുവന്ന പുഷ്പങ്ങളാണ് എങ്കിലും സമർപ്പിച്ച് ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഇന്നേ ദിവസം ദേവി മന്ത്രങ്ങളാണ് എങ്കിലും നിങ്ങൾ ജപിക്കുക. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മികവ് വന്ന് ചേരുന്ന സമയമാണ്. അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമല്ലാത്തതായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനാഗമം ഉണ്ടാകുന്ന ദിവസമായി തന്നെ മാറാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു, പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ടതായ പല കാര്യങ്ങൾക്കും. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. അത് നിങ്ങൾക്ക് അല്പം തിരിച്ചടികൾക്ക് കാരണമായി തീരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടതിൽ ഉത്കണ്ഠ ഉണ്ടാകാവുന്ന ദിവസം കൂടിയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൂടുതൽ കരുതലോടെ വേണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം സ്വാതന്ത്ര്യത്തോടെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ചിലരോട് പല കാര്യങ്ങളും അറുത്തുമുറിച്ച് പറയേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പഠന കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. തൊഴിൽപരമായി അല്പം അലച്ചിൽ ഉണ്ടാകാവുന്ന ദിവസം തന്നെയാണ്. പല കാര്യങ്ങൾക്കും അനുമതിക്കായുള്ള കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ദിവസം കൂടിയാകുന്നു. തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. ഇന്നേ ദിവസം പറയുന്നതായ വാക്കുകൾ മൂലം ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന ദിവസം തന്നെയാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം മനസ്സിലാകുന്ന ദിവസം തന്നെയായി മാറാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ആത്മീയ കാര്യങ്ങൾക്ക് ഇന്നേ ദിവസം സമയം കണ്ടെത്തുവാൻ സാധിക്കും. ചെലവ് അല്പം അധികരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പണവരവ് വന്ന് ചേരുന്നതിനാൽ അത്തരം ചെലവുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എങ്കിലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർക്ക് പല കാര്യങ്ങളും വാങ്ങി നൽകുവാൻ സാധിക്കുന്ന, സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ചാണ് എങ്കിലും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കാം. ഇന്നേ ദിവസം സാധിക്കുന്നതായ വഴിപാടുകൾ ദേവിക്ക് നടത്തി മുന്നോട്ട് പോവുക. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. പ്രവർത്തന വേഗം പല കാര്യങ്ങളിലും കുറയുന്നതായി അനുഭവപ്പെടുന്ന ദിവസമായി മാറാം. എന്നാൽ ജോലിഭാരം കുറയുന്നതല്ല. ഇന്നേ ദിവസം പല കാര്യങ്ങളിലും മത്സരം ഉണ്ടായി എന്ന് വരാം. തിടുക്കം ഇന്നേ ദിവസം ഉപേക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഏതൊരു കാര്യത്തിലും കാര്യാലോചനകൾ ഉണ്ടാകുന്നത് ഉത്തമമായി തീരും. പല കാര്യങ്ങളും ഇന്നേ ദിവസം വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. ബന്ധങ്ങളിൽ ചില വിള്ളൽ വീഴുക, തർക്കങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ അപസ്വരങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. പിടിവാശികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ ഇന്നേ ദിവസം തിരിച്ചടികൾ വന്നു ചേരാം.
കൂട്ടുകച്ചവടം അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. പല കാര്യങ്ങളിലും തൃപ്തി കുറയുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. അത് ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ മാത്രം. കൂടാതെ ഇന്നേ ദിവസം പല വ്യക്തികളുടെയും പിന്തുണ നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കച്ചവടത്തിൽ അല്പം കൂടി ഏകാഗ്രത വന്നു ചേരാം. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നത് സംഭ്രമിക്കരുത് എന്ന കാര്യം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അനുരഞ്ജനം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാണ്. പുതിയ സൗഹൃദങ്ങൾ വന്ന് ചേരാവുന്ന ദിവസമാണ്. ജോലി തേടുന്നവർക്കും താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ഏകോപന കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പലരുടെയും പ്രീതി നേടുവാൻ സാധിച്ചു എന്നും വരാം. തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും. പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ ചില അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അലച്ചിൽ ഉണ്ടാകാവുന്ന ദിവസം തന്നെയാണ്. പല കാര്യങ്ങൾക്കും ഓടി നടക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് ദേവിയെ ആരാധിക്കുന്നതും അതീവ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു.